മറ്റൊരു ലോക കിരീടത്തിലേക്ക് കൂടി ഇന്ത്യ എത്തുമ്പോൾ ടീമിനുള്ളിലെ മലയാളി സാന്നിധ്യവും ആഘോഷിക്കപ്പെടുകയാണ്. T20 ലോകകപ്പിന് മുൻപുള്ള സന്നാഹ മത്സരം ഒഴികെ മറ്റൊരു മത്സരത്തിലും സഞ്ജു സാംസന് പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടതിന് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിലെ വിജയാഘോഷങ്ങൾ പങ്കുവച്ചും സന്തോഷം നിറഞ്ഞ വാക്കുകളുമായും സഞ്ജു എത്തി. ലോകകപ്പ് എന്നത് എളുപ്പം സംഭവിക്കുന്നതല്ല. ഈ സന്തോഷം അനുഭവിക്കാൻ 13 വർഷം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. എന്തൊരു ടീമാണിത്, എന്തൊരു ഫൈനലായിരുന്നു. നമ്മൾ അർഹിച്ച വിജയം. ലോകത്താകമാനമുള്ള എല്ലാ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും നന്ദി. ആഘോഷങ്ങൾ തുടങ്ങട്ടെ, സഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. കോഹ്ലി സന്നാഹ മത്സരത്തിൽ നിന്ന് വിട്ടുവന്നതോടുകൂടിയാണ് ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ രോഹിതിനൊപ്പം സഞ്ജു ഓപ്പൺ ചെയ്തത്. എന്നാൽ സ്കോർ ഉയർത്താനാവാതെ സഞ്ജു മടങ്ങി. ഋഷഭ് പന്തിനെ പ്രധാന വിക്കറ്റ് കീപ്പറായി ടീം മാനേജ്മെന്റ് പരിഗണിച്ചപ്പോൾ സഞ്ജുവിന് ടൂർണമെന്റിലുടനീളം ബെഞ്ചിലിരിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. ഇന്നലത്തെ വിജയത്തോടുകൂടി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അതോടൊപ്പം ഇന്നലത്തെ പ്ലെയർ ഓഫ് ദി മാച്ചായ വിരാട് കോഹ്ലിയും T20 നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയുടെ അടുത്ത പരമ്പര ജൂലൈ 3 സിംബാബ്വെക്കെതിരെ നടക്കുന്നതായിരിക്കും. സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിക്കറ്റ് കീപ്പറായി ആദ്യത്തെ ചോയ്സ് സഞ്ജു തന്നെയാണ്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.